SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ നേടാൻ തയ്യാറെടുക്കാം. സംശയങ്ങൾ അകറ്റാം സൗജന്യമായി ഷുവർ ദ ലേണിംഗ് ആപ്പിലൂടെ. Hello, good evening. അപ്പോൾ ഇതിലും നിങ്ങൾ കാത്തിരുന്ന ഒരു മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. Welcome all of you and now you're watching Let's Go Coaching App Star Magic Special Mega Event. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈവെന്റ്സ് ആയിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ട് അല്ലേ, ഒരു മണിക്കൂർ എപ്പിസോഡ് മാത്രമല്ലാതെ. സോ ഇന്നത്തെ ഈ ഒരു മെഗാ ഇവന്റിലും ശരിക്കും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ സ്റ്റാർ മാജിക് താരങ്ങൾ നിങ്ങളെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു സ്പെഷ്യൽ മെഗാ ഇവന്റ് സ്പെഷ്യൽ ആക്കാനായിട്ട് ആരൊക്കെ നമ്മുടെ കൂടെ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലി അല്ലേ, എന്റെ ടീം മെമ്പേഴ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം ടു സ്റ്റാർ മാജിക് family. ഇന്നാണ് എനിക്ക് ശരിക്കും ഒരു റഹ്മാൻ അദ്ദേഹത്തിന്റെ ഒരു ലുക്ക് തോന്നണ കേട്ടോ. കാരണം അല്ലല്ല വെറും റഹ്മാൻ 80കളിലെ സൂപ്പർ ഹീറോ റഹ്മാൻ. എല്ലാരും ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഇന്നാണ് ശരിക്കും തോന്നിയത് ഇങ്ങനെ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആ ടീമിൽ എന്താ ഒരു പഞ്ചവർണ്ണ തത്ത, ആ ടീമിൽ ഒരു മഞ്ഞക്കിളി? അല്ല കുറച്ചു നേരം പുള്ളി ഞാൻ പറയുന്നു സന്തോഷമായിട്ട് വന്നതിന് ശേഷം ഇവനൊക്കെ അല്ല ഒരു കളർ സെൻസ് ഇവർക്കൊക്കെ ഇപ്പോഴല്ലേ വന്നു. സത്യം പറയണല്ലേ, മനസ്സിലാക്കണം. അളിയനല്ലേ കളർ സെൻസ് അല്ല അളിയ, ഇത് അളിയൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ട് തോന്നുന്ന. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിട്ടുണ്ട്, നല്ല ഡ്രസ് ഇട്ടൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്ന അളിയനെ കണ്ടിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കളർഫുൾ. പണ്ഡിറ്റ്ജി വന്നതിന് ശേഷമാണ് ഈ കളർ സെൻസ് അല്ല ഒരു വിഗ് സെൻസ് ഉണ്ടായി തുടങ്ങിയത്. ആ വിക്കിന് ആ സൈഡിൽ തലയത്തൊരു ചെറിയ ഗ്യാപ്പ് കൊടുത്ത് ആ വിക്ക് നമ്മൾ പോയിന്നോട്ടെ. ഇവന്റ് കേട്ടോ, ഇന്ന് മാട്ട കൗണ്ടറുകൾ നമ്മൾ അടിക്കാൻ പാടില്ല, കാരണം ഇന്ന് ഈവന്റ് ആണ്. നമ്മൾ തന്നെ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എന്നെ ശ്രുതി വന്ന് നിൽക്കും, ഇങ്ങനെ വന്ന് നിൽക്കും, സൂപ്പർ ഒരു കൗണ്ടർ അടിക്കും, എന്നിട്ട് അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും കഴിഞ്ഞ വീക്കിലെ ഇവന്റിന് നമ്മുടെ കൂടെ സെലിബ്രിറ്റി ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. അപ്പം ഇന്നത്തെ നമ്മുടെ ഇവന്റിലും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കട്ടയ്ക്ക് ഒരു നീല പൊന്മാൻ നിപ്പുണ്ട്, പൊടിമീനുകളൊക്കെ കൊത്തിക്കൊണ്ട് പറക്കാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിച്ചു. ആര് ചോദിച്ചു നിന്നോട്? എവിടെ ചോദിച്ചോ? ബാംഗ്ലൂർ വന്ന് പോയിച്ചു. സ്റ്റോക്ക് തീർന്നു പോയി. കൗണ്ടറിന്റെ സ്റ്റോക്ക് എടുക്കാൻ പറ്റും, അവിടെ തീർന്നു പോയി. അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു കൗണ്ടറിന്. ഞങ്ങൾക്ക് എന്തുകൊണ്ടു ബാംഗ്ലൂർ പോയിട്ട് അവിടെ ചെന്നപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ബാംഗ്ലൂർ പാട്ട് എടുക്കാനുണ്ടാവോ സ്പോട്ടില്? കസാര, കൊച്ചിപ്പാട്ട് വേണേ എടുക്കാമോ? ഇപ്പൊ എടുത്ത സ്റ്റോക്കുള്ള ഏതൊക്കെ കൗണ്ടർ കളിയാ? രണ്ടെണ്ണം പറയാമോ? പോക്കറ്റിൽ എഴുതി വെച്ചേക്കുക. ഒരു തവണ അല്ല എന്താണ് അതാ അഭിമാനിക്കണം. രണ്ട് കൗണ്ടർ പറയണമെന്നുള്ള ആഗ്രഹമെങ്കിലും ഉണ്ട് വന്നിട്ടെങ്കിലും. അതെ അതെ അതെ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രഷറി സമ്മതിച്ചാ പാട്ട് പാടിയപ്പോ ഇഷ്ടപ്പെട്ട് കുറച്ച് ഗാനവിളക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. കൊറോണയൊക്കെ ഒരു ഗൾഫ് പ്രോഗ്രാമും കിട്ടി ആ ഒരു പാട്ടോടുകൂടി തന്നെ. അപ്പൊ ഞാൻ ഒരു കൊച്ചിക്കാർക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരനായ ഒരു പിന്നണി ഗായകൻ വിപിൻ സൈബർ, ഞങ്ങളുടെ നാട്ടിലെ എ റഹ്മാൻ ഞങ്ങളുടെ ചങ്കാണ്, അദ്ദേഹം ചെയ്തൊരു ആൽബത്തിന്റെ ഒരു സോങ് ആണ്. അതങ്ങോട്ട് പറയാം.
ഞാനങ്ങോട്ട് പറയാൻ പോണേണ്ട പാട്ടാ പറയണോ? അല്ലല്ല അത് ആദ്യത്തെ അവൻ തന്നെ പറഞ്ഞല്ലോ അത് മുൻജാമ്യം എടുത്ത്. അല്ല അത് അളിയൻ പാടിക്കോ, അത് പറയണ പോലെ പാടിക്കോ. അങ്ങാട്ടും ഇങ്ങാട്ടും ഞങ്ങ പറയാറില്ലട്ടോ, നിങ്ങയാണ് പറയണത്. ഞങ്ങ ആ പാട്ട് അങ്ങോട്ട് പാടാൻ പോണേട്ടാ. ഞങ്ങൾ കേൾക്കാം, നിങ്ങ പാട്. അപ്പൊ ഓസ്കർഷ 5, 6, 7, 8 അതിലൊന്നും പിടിക്കണ്ടട്ടാ. നമ്മുടെ ഓസ്കർഷ തന്നെ ഉണ്ട്. ഓസ്കർഷ അത് തന്നെ. അപ്പൊ മച്ചാനെ കേറി വാ, കൊച്ചിയിലേക്കൊന്ന് വേഗം വാ, കൊച്ചിക്കാരൊക്കെ അടിപൊളിയാണ്, കൊച്ചിയിലെ പിള്ളേര് യോ യോ ഫ്രീക്കൻസ്, യോ യോ ഫ്രീക്കൻസ്, യോ യോ ഫ്രീക്കൻസ്. മച്ചാനെ കേറി വാ, കൊച്ചിയിലേക്കൊന്ന് വേഗം വാ, കൊച്ചിക്കാരൊക്കെ അടിപൊളിയാണ്, കൊച്ചിയിലെ പിള്ളേര് യോ യോ ഫ്രീക്കേസ്, യോ യോ ഫ്രീക്കേസ്. കൊച്ചിക്കാരുടെ സ്വന്തം പാലം, പട്ടിയിലെ കിട്ടിലം പാലം, തലമുറ പലരും തടന്ന പാലം, നമ്മുടെ സ്വന്തം ഹാർബർ പാലം, ഹാർബർ പാലം, ഹാർബർ പാലം, ഹാർബർ പാലം. മച്ചാനെ കേറി വാ, കൊച്ചിയിലേക്കൊന്ന് വേഗം വാ, കൊച്ചിക്കാരൊക്കെ അടിപൊളിയാണ്ട്, കൊച്ചിയിലെ പിള്ളേര് യോ യോ ഫ്രീക്കേസ്, യോ യോ ഫ്രീക്കേസ്. കൊച്ചിയിലെ പിള്ളേര് യോ യോ ഫ്രീക്കേസ്, യോ യോ ഫ്രീക്കേസ്, യോ യോ ഫ്രീക്കേസ്, യോ 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 യോ. ഈ പാട്ടിന്റെ പ്രത്യേകത നമ്മൾ അഭിപ്രായം പറയണ്ട, നമ്മൾ അഭിപ്രായം പറയാൻ തന്നെ അളിയ അടിപൊളി അടിപൊളി. അയ്യേ അളിയനെ പാടുന്നുണ്ട്. നമ്മൾ പറയേണ്ടതാണ്, തന്നെ പറയുന്നുണ്ട്. പിന്നെ എനിക്കറിയാം പാട്ടിന്റെ നിലവാരം അറിയാം. അല്ല യോ 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 ഫ്രീക്ക് എന്ന് പറഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞൊരു ഫ്രീക്കൻ കയറി വന്നു സുധിയുണ്ട് അവിടെ. അയ്യേ സന്തോഷ് പണ്ഡിറ്റിന് ഒരു എതിരാളി വന്നിട്ടുണ്ടല്ലോ. പാട്ട് വിട്ടുകൊടുക്കരുത് നമ്മള്. രാത്രി ശുഭരാത്രിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത് കമ്പയർ ചെയ്യുമ്പോ ഇങ്ങനെ സ്പോട്ടിൽ നമുക്കൊരു റാപ്പ് പാടിയ കുഴപ്പമുണ്ടാവൂ? അളിയന്റെ സൺഡേസ് വർക്കിംഗ് ഡേ ആ പാട്ടൊന്നും പുള്ളിക്ക് അതായത് എന്താണെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാലും മാസമായിട്ട് തന്നെ പാടണമല്ലോ. അപ്പൊ കുറച്ച് ടൈം പുള്ളിക്കുന്നത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ട 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 വേണ്ടേ. ഈ ചൂട് കാരണക്കുമ്പോ ഇതിന്റെ മേളിൽ പാടണം. ഈ ചൂട് ഇതൊക്കെ എന്ത്? ശരി ശരി ശരി. ഇതിന്റെ മേളിൽ പാടില്ല. അല്ല അതാ ഞങ്ങൾ ചോദിക്കണം, ഇതൊക്കെ ഞാൻ പറയുന്നു ഇതിന്റെ മേലിൽ പാടാൻ പറ്റില്ല. അല്ല നമുക്ക് ഓരോരുത്തർക്കും ഒരു ശൈലിയല്ല, പലർക്കും പല ശൈലിയാണ്. അതിന്റെ മേളിൽ കയറി പാടാൻ പറ്റുമോ? വേണ്ട. ഇതിന്റെ മേളിൽ തുടങ്ങില്ല. ഈ കൗണ്ടർ ആ കൗണ്ടർ ഇറക്കുന്നുണ്ട്. അത് നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് പീസാക്കി പല്ലുകുത്തി വെച്ച് കുത്തി തിന്നാം. അച്ചാറിന് പകരം ആവാഹിക്കട്ടെ പുള്ളി റാപ്പ്. മ്യൂസിക് ഈസ് ദ നെയിം ഓഫ് ലവ്. Happy your name is love. Kissing is the part of love. Mary is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love. Puppy, your name is love. Kissing is the part of love. Marrying is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love. Puppy, your name is love. Music is the part of love. Mary is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Oh my God. Casera, mesa, casera, mesa, casera, mesa, casera, mesa, casera, casera, mesa, mesa, casera, casera, mesa, mesa, casera, casera, mesa, mesa, casera, casera. എന്ന് വിളിക്കും കാനത്തരാവ് ഇന്നാണ് ആരന്റെ കരളില് മധുക
മുത്തശ്ശത്തെ എടുക്കരുത് പ്ലീസ്. അവന്റെ അടുത്ത് ഇവന്റിന് പാടില്ലെന്ന് ഞാൻ പറഞ്ഞതാ. നമ്മുടെ ഗസ്റ്റ് വരാൻ സമയം മൂട് കളയരുത് please. ഞാനൊരു ഒരു ഒരു ആവേശത്തിന് റിയാസ, നിന്റെ വാക്യം ഞാൻ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. നീ മിണ്ടി പോരുത്. മേലെ സന്തോഷിയുടെ പാട്ട് നീയല്ലേ ഉണ്ടാക്കിയത്. മിണ്ടരുത് തന്നെ ഇവിടെ. സ്റ്റാർ മാജിക്കിന് ഒരു നിലവാരമുണ്ട്. പിന്നെ ഓ നിലവാരം അളിയാൻ വന്നതിന് ശേഷം നിലവാരം പോയി. നമ്മുടെ ചേട്ടന്മാരും നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രകടനം ഇതുവരെ ഉണ്ടായിരുന്നു നിലവാരം. പാടോടെ പോയി. ലവ് പാട്ടൊക്കെ ഉണ്ടല്ലോ. എന്തൊരു ലവ് ഇങ്ങനെ ഒഴുകി പക്ഷെ അത് എന്താണെങ്കിലും അത് കേൾക്കാൻ രസമുണ്ട്. ഒരു സുഖം ഉണ്ടായിരുന്നു. അതെ. ഈ മുത്തശ്ശത്തെ പഠിപ്പഴേ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഹോട്ടായി പോയി, ഭയങ്കര ദേഷ്യത്തിലാ. ഇവരുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട്, ഒന്ന് കൂളാവാൻ വേണ്ടിട്ട് 3 സുന്ദരി തരുണി മണികള് ഇന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോവാ. എന്നാ കൊണ്ടുപോവാ. എന്നാ ചിലപ്പോ ദേഷ്യമൊക്കെ മാറി. Let's welcome Mirna, Vijita and Abhirami to Star Magic. Mirna, Vijita and Abhirami to Star Magic. അപ്പം ആദ്യം നമുക്ക് വിജിതയിൽ നിന്ന് തുടങ്ങാം. വിജിതയുടെ ശബ്ദം എന്താ പറയാ, കുറെ പേർക്ക് ഭയങ്കര ഹരമാണ്. അവരുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയാണ്. കാരണം വിജിതയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആർജയിങ് ആണ് അല്ലേ. കൂടുതലായിട്ടൊന്ന് നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹായ് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരണേ. കോഴിക്കോട്ടുകാരോട് യൂഷ്വലി എങ്ങനെയാണ് ഈ വെൽക്കം പറയാറ്, അതൊന്ന് പറയാ. എന്താ കോഴിക്കോട് എന്ന് വല്ല ആഫ്രിക്ക എങ്ങനെയാണോ? അങ്ങനെയല്ല, കേരളം മുഴുവൻ എല്ലാരും ആ പ്രൊഫഷനിലേക്ക് വരികയാണ്. അല്ല എന്റെ നാട്ടുകാരിയാണ്, എന്റെ നാട്ടുകാരിയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു വരട്ടെ, നാട് പറഞ്ഞിട്ടില്ല. ഹലോ. പ്രൊഫഷൻ ആണ് കോഴിക്കോട്. പ്രൊഫഷനാണോ കോഴിക്കോട്? അല്ലല്ല, പ്രൊഫഷൻ ആണ് കോഴിക്കോട്ടുള്ളത്. പക്ഷേ നാട് പാലക്കാടാണ്. നല്ല ജില്ലയാ പാലക്കാട്. നല്ല ജില്ല, നല്ല മനോഹരമായ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വെറും 2 ഡിസ്റ്റൻസ് അല്ലേ, കുറച്ചല്ലേ, ഒരു 150 കിലോമീറ്റർ. എത്ര വർഷമായി ഞാൻ 7 years. 7 years ആയി. എന്നോട് പാലക്കാടെന്നല്ലേ പറഞ്ഞേ? പാലക്കാട് തൃത്താലയ്ക്ക് അടുത്ത് കുമരനെല്ലൂർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇപ്പൊ കോഴിക്കോട് അവിടെയാണ് നമ്മുടെ കഥാനായകൻ. ഓക്കെ, അവിടെ നമ്മൾ ടൂം ഇടുകയാണ്. ആർജയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും വീണ്ടും സ്റ്റാർ മാജിക്കിലേക്ക്. ആൻഡ് അടുത്തതായിട്ട് മിർനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു ആക്ട്രസും കൂടെയാണ് മിർന എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ബിഗ് ബ്രദർ മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മിർന? ശേഷം ഇപ്പൊ തമിഴിലൊരു പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം. കാരണം എനിക്ക് ബിഗ് ബ്രദർ റിലീസ് കഴിഞ്ഞിട്ട് 1 year കൊറോണ ആയിട്ട് വീട്ടിലിരുത്തി. അതെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ മലയാളത്തിൽ സെക്കൻഡ്. ഞാൻ എഞ്ചിനീയർ ആണ് ആക്ച്വലി. പിന്നെ സിനിമയിൽ വന്നു. ഇപ്പൊ സിനിമയിൽ വന്നിട്ട് 2.5 വർഷത്തോളമായി. ഞാൻ തമിഴിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മലയാളം ചെയ്തു. ഇപ്പൊ മലയാളത്തിൽ എങ്ങനെ കണ്ടിന്യൂ ആകും. ഏതില്ല എഞ്ചിനീയറിംഗ്, ഏതിലാണ്? സിവിൽ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. അതെ അതെ. ശരി, അടുത്തത് ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആണ് നമുക്ക് വെൽക്കം ചെയ്യേണ്ടത്. മിസ് മലയാളി ആയിട്ടുള്ള അഭിരാമി. ഹലോ. ഇത്ര നേരം ഭയങ്കര ഒട്ടിപ്പിടിച്ചിരിക്കുന്നു കേട്ടോ നെൽസൺ ചേട്ടൻ. ബോക്സിംഗ് ചാമ്പ്യൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്നൊരു 1 and ഡിസ്റ്റൻസ് എവിടുന്ന വന്നേന്നറിയില്ല. ഡാൻസ് ഒക്കെ ചെയ്ത് അറിയാതെ ചെയ്ത കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഇല്ല അതൊന്നും പ്രശ്നമില്ല. ഡാൻസ് ഒക്കെ കളിക്കുമ്പോ അതുവരെ ഓക്കെ, ഞാൻ ക്ഷമിച്ചു. ബാക്കി മേലെ ഇറങ്ങി വന്നപ്പോ ഞാൻ വിചാരിച്ചു കടുക് പൊട്ടി വീണതാണ്. പെട്ടെന്ന് ഒരു വെപ്രാളേ. അപ്പൊ എനിക്ക് താഴേക്ക് വന്നപ്പോ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ എന്നായി പോയി. അത്രയും ഒരു എനർജി ആയിരുന്നു. അതായത് ഇങ്ങനെ കടുകുമണി പൊട്ടണ പോലെയാണ് ചാടി ചാടി വന്നോണ്ടിരുന്നിരുന്നത്. പറയൂ ഓൾ അബൌട്ട് നമ്മുടെ അഭിരാമി.
ഞാൻ അഭിരാമി. നല്ല അലുവയുടെയും ബിരിയാണിയുടെ ഒക്കെ നടയ കോഴിക്കോടുകാരി തന്നെയാണ് ഞാനും. മോളെ കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് തൊണ്ടയാട്. കോഴിക്കോട് കണ്ണൂരോ? തൊണ്ടയാട്. കളരിപ്പയറ്റില് നാഷണൽ ചാമ്പ്യൻ ആണ്. പിന്നെ മർമ്മമൊക്കെ അറിയാൻ കേട്ടോ. അതെ, ഈ ചേട്ടന്മാർക്ക് ഈ ടോപ്പിക്ക് കേൾക്കാൻ തീരെ താല്പര്യം ഇല്ലാണ്ടായിരിക്കണു, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഓക്കെ, നാഷണൽ ചാമ്പ്യൻ ആണ്. കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8-9 years ആയി. ഓക്കെ, പിന്നെ ബോക്സിംഗ് ഞാൻ കുറച്ചായിട്ട് തുടങ്ങിയത്. പക്ഷെ പോയിട്ട് ഒരു സ്റ്റേറ്റില് ഒരു മെഡൽ, സിൽവർ മെഡൽ വാങ്ങി. പിന്നെ ഞാനൊരു അല്ല, ഞാൻ ഈ പ്രോഗ്രാമിന് ഞാൻ ഇല്ലെന്ന് കരുതിയാ മതി. അതൊന്നും പ്രശ്നമില്ല, നമ്മള് ഫ്രണ്ട്സാ. എല്ലാവരും ഫ്രണ്ട്സാ. അല്ല, ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. കളരിപ്പായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പഠിക്കാൻ പറ്റിയില്ല. ആകെ അറിയാവുന്നത് നാടൻ തല്ലാണ്. നാടൻ തല്ല് അതെനിക്ക് നന്നായിട്ട് ചെയ്യും. അല്ല, നമുക്ക് ഇന്റർവെല്ലിന് ഇവരെ നാടൻ തല്ലും. ഞാന് ഒരു ആർക്കിടെക്ട് ആണ്. പക്ഷെ ആർക്കിടെക്ട് അതേയല്ല ചെയ്യുന്നത്. ഇപ്പൊ MBA ചെയ്യാണ്. അതിന്റെ കൂടെ ന്യൂട്രീഷനും. വെരി ഗുഡ്. പിന്നെ ഒരു ഫിറ്റ്നസ് കോച്ച് കൂടിയാണ്. നമുക്കൊരു ജിമ്മുണ്ട്. അവിടെ ജിമ്മിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് ഫിറ്റ്നസ് തായ് എന്നാണ് പേര്. ചെയ്തോ, എനിക്കിട്ട് ചെയ്യില്ലെന്ന് ഞാൻ ആദ്യം പോലും ഞാൻ പറയുന്നുണ്ട്. അല്ല, ഞങ്ങള് കോഴിക്കോട്ടുകാരെ കോഴിക്കോട്ടുകാർ കണ്ടോ? ഞങ്ങള് കണ്ടുപഠിച്ചു. അതൊക്കെ ഇതെന്താ ഇങ്ങനെ? ഓൾറൗണ്ടേഴ്സ് ആണ്. അല്ല, നിങ്ങൾ കോഴിക്കോട്, തൃശ്ശൂർ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ കൊച്ചിക്ക് വരണ്ടേ? കൊച്ചിക്കാരി സ്റ്റാർ മാജിക്കിന് വേണ്ടി കൊച്ചിയിലേക്ക് വന്നല്ലോ. അതെ, കൊച്ചിയിലേക്ക് വന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ നമ്മുടെ സ്റ്റാർ മാജിക് ഇന്ന് എന്തായാലും കടുക്കും. കാരണം അത്രയ്ക്ക് കട്ട കണ്ടസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഷോന് ഒരു നാഥനായിട്ട് ഈ വീട്ടിലേക്ക് ആരാണ് വരുന്നത്? അതൊന്ന് കേക്കട്ടെ. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ പറയരുതല്ലോ. വരികയാണ്. പുള്ളിനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ എത്തും. ഏതായാലും ഇവരെല്ലാരും വന്ന് എവിടെ? അല്ല, പുള്ളി വന്നോണ്ടിരിക്കുകയാണെന്നേ. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറയാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഫ്ലോറിൽ ഇത് മൊബൈലിന്റെ പഴയ ലാൻഡ് ഫോണാണ്. അതെങ്ങനെ ഇവിടെ വന്നേ? ലാൻഡ് ഫോൺ എല്ലാം കറക്റ്റായിട്ട് ചേട്ടാ, ഇനി 2 ഫോൺ തയ്യാറായിട്ട് ആർക്കെങ്കിലും നമ്പർ കൊടുത്തോ? എവിടുന്നാണ് പതിവില്ലാത്ത ഒരു ഫോൺ നമ്മുടെ ഫ്ലോറിൽ? എടുക്കൂ. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തണ്ടി പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്നോ? ആ, വഴിയിലൊരു ബൂത്തിന്ന്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടും. എന്താ, ആരെ വിളിച്ചേ? അവർ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാൻ വിളിച്ചു പറഞ്ഞത് 1 മണിക്കൂർ മുമ്പേ ആക്കിട്ടോ. ഞങ്ങൾക്കും തോന്നി ഇപ്പൊ കണ്ടോ പറയുന്നു. അത് ഗസ്റ്റ് ആരാന്ന് പറയാ. ഞങ്ങള് അതൊക്കെ നിങ്ങൾ കണ്ടാ മതി. കണ്ടാ മതി. അത് കണ്ട ലക്ഷ്മി. ഹോളിവുഡ് ഏകദേശം ഈ ഒരു ഫോൺ കോൾ വന്നപ്പോ തന്നെ ഞാൻ പറയാം. ഇന്നസെന്റ് ഏട്ടൻ അല്ല, യു ആർ റോങ്. ബാലകൃഷ്ണൻ, സായ് കുമാർ, ഹോളിവുഡ് എന്നല്ലേ? Again you are wrong. ഞാൻ പറയാം. നാക്കിന്റെ തുമ്പത്തേക്കുന്നു. എടേ മായൻകുട്ടി, മുകേഷ് ഏട്ടൻ. സത്യം പറഞ്ഞ മുകേഷ് ഏട്ടനെ പറ്റി പറയുമ്പോണ്ടല്ലോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇപ്പം കൊണ്ടൊന്നും തീരില്ല, കാരണം അത്ര എനിക്ക് പുകഴ്ത്തി പറയാനുണ്ട് കേട്ടോ. ശരിക്കും കഴിഞ്ഞൊരു 39 വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ ശരിക്കും അഭിവാജ്യ ഒരു ഘടകം എന്ന് വേണം പറയാനായിട്ട്. നാടകരംഗത്ത്, അതുപോലെ തന്നെ നടനായിട്ട്, നായകനായിട്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഒരുപാട് അദ്ദേഹം ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴും നമുക്ക് പറയാം ഒരു നിത്യഹരിത നായകൻ അല്ലേ. 39
വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും. അത് മാത്രമല്ല കേട്ടോ, ശരിക്കും ഇന്നത്തെ യൂത്ത് ഐക്കൺ നടന്മാരുണ്ടല്ലോ, അവർക്ക് വരെ ഭയങ്കര ഒരു പാരയാണ് അദ്ദേഹം. അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പേര് സ്വപ്നം കൂടി അദ്ദേഹം. വിളിക്കല്ലേ നമ്മുടെ സ്വന്തം മുകേഷ് ഏട്ടൻ. ഹായ്, നമസ്കാരം. നമസ്കാരം മുകേഷ് ഏട്ടാ. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് ഒരു മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് ആലോചിക്കായിരുന്നു. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു പൂക്കാലം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പൂക്കാലം ഞാൻ സങ്കല്പിച്ചിട്ടില്ല. 91 ഗോഡ് ഫാദർ വന്നത്. 91 ഒരു പക്ഷേ കനകയുമായിട്ട് ആ പൂക്കാലം വന്നു അഭിനയിച്ചത് ഈ ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് ശരിക്കും എത്ര നാളുകൾക്ക് ശേഷം ചേട്ടാ ഇങ്ങനൊരു പൂക്കാലം വിരിഞ്ഞത്? വളരെ മനോഹരമായി. എത്ര കൊല്ലമായി? 91 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കണക്കിലാരാണ്? അല്ല അത് പറഞ്ഞു എന്നാലും ഒന്നുകൂടെ ചോദിക്കുകയാണ്, ആ പൂക്കലാണോ അതോ ഈ പൂക്കലാണോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ? അല്ല, എനിക്ക് ഇപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് പൂക്കളുടെ കാലമാണ്. പക്ഷെ ആ പൂക്കാലത്തും ഈ പൂക്കാലത്തും ഒരുപോലെ ഈ ഒരു പൂവുണ്ടല്ലോ ഇങ്ങനെ വിരിഞ്ഞ് 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 നിൽക്കണം ആ ഒരു തുടുപ്പോടുകൂടി. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ നടന്നു വരുമ്പം ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടു, 39 കൊല്ലമായിട്ട് ഇങ്ങനെ നിത്യഹരിത നായകൻ, പുതിയ വരുന്ന ആൾക്കാർക്കും കൂടെ ഒരു പേടി സ്വപ്നം, അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അയ്യോ, ഞാനാണ് അങ്കറ പറഞ്ഞേ. പുകഴ്ത്താനൊന്നുമല്ല, അത് സത്യമാണ്. അല്ല, ചേട്ടൻ പറഞ്ഞിട്ടപ്പോഴും ഞാൻ പിന്നെ വിചാരിച്ച് എൻട്രി വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു ആഗ്രഹം ഒന്ന് പറയാനായിട്ട് ഇരുന്നായിരുന്നു. ഇപ്പൊ ഉണ്ടായിരുന്നു ഗോഡ് ഫാദർ ഈ ഒരു 2 ദിവസം മുമ്പ് ടി വിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാട്ട് രംഗം കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടൻ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പറയണമെന്ന് കരുതിയിരുന്നു, ആ സാധനം ഒന്ന് ഏതെങ്കിലും ഒരു സുന്ദരെ വിളിച്ച് ഒന്ന് ചെയ്ത് കാണിക്കണമെന്ന് പറയാനായിട്ടിരുന്ന. പക്ഷെ അതിന്റെ മേളമായിരുന്നു ഇവിടെ കാണിച്ചത്. ഗോഡ് ഫാദർ സിനിമയെ പറ്റിയുള്ള ഒരു ഇത് ഞാൻ പറയുന്നത് പുകഴ്ത്തലാന്ന് പറയരുത്. ഇല്ലില്ല. ഈ അടുത്ത സമയത്ത് ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഫാദറിനെ പറ്റി ഇപ്പോഴാണ് റിവ്യൂ. കനക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു കനകയ്ക്ക്. കാര്യം പ്രേമം ഇങ്ങനെ മുഖത്തുണ്ട്. പക്ഷേ രാമഭദ്രന്റെ മുഖത്ത് പ്രേമം വരികയും ചെയ്യണം, എന്നാൽ അത് പ്രേമം അല്ലാതാനും വെറുപ്പും വേണം. ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് തന്നെ മനസ്സിലായത് അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യം അത് നിങ്ങൾ വന്നപ്പോൾ തന്നെ ആ സിനിമ എടുത്തത് ഇത്രയും പറയാൻ സാധിക്കും. സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഗോഡ് ഫാദർ ആണോ കൂടുതൽ ഓടിയത് അതോ ചിത്രം സിനിമയാണോ കൂടുതലായിട്ട്? ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ പിന്നെ ഞാൻ ചോദിക്കും, ഏറ്റവും മലയാളത്തിൽ ഓടിയ സിനിമ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പല പല പേരുകൾ പറയും. എന്നാൽ ശരിക്കും 410 ദിവസം ഒരേപോലെ ഒരു തിയേറ്ററിൽ മാറാതെ ഓടിയ ഏക സിനിമ മലയാളത്തിൽ ഗോഡ് ഫാദർ. ഓക്കെ, ഇനി ടു മൈ ഗേൾസ്, മുകേഷിന്റെ കൂടെയുള്ള പൂക്കാലം വന്നു. പൂക്കാലം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെ ഒരു എന്താ പറയാ ഒറ്റ വരിയിലൊന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ അനു എങ്ങനെ അത് വർണ്ണിക്കും? എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു തൊടാനായിട്ട്. മുഖേഷേട്ടന്റെ മേത്ത് മുള്ളുണ്ടോ? അതൊരു അങ്ങനെ തോന്നിയായിരുന്നു. മുള്ളുണ്ടെന്നോ? ഞാൻ അതോ കറണ്ട് മുള്ളില്ല.
അല്ല അപ്പൊ മുകേഷേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല തൊട്ടോളാൻ പറഞ്ഞു. അപ്പൊ തൊട്ടപ്പോ പിന്നെ എനിക്ക് ഭയങ്കര soft. തൊടാൻ തോന്നിയ Okay, എങ്ങനെയുണ്ടായിരുന്നു മിർന? മുകേഷ് ഏട്ടാ നമുക്ക് ഗോഡ് ഫാദർ 2 സിദ്ദിഖ് സാറിനെ കൊണ്ട് ചെയ്യിച്ചാലോ? അല്ല അത് ഒരുപാട് പറയുന്ന ഒരു അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു. പക്ഷെ അപ്പം സിദ്ദിഖും ലാലും പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനകത്തൊരു കഥയില്ല. അത്രമാത്രം കഥയുണ്ട് അതിനകത്ത് ഇപ്പൊ തന്നെ. അപ്പൊ പുതിയതായിട്ട് ഇനിയൊരു കഥ, പിന്നെ അതുമല്ല അതിനകത്ത് അഭിനയിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പൊ ഇല്ല, നമ്മളോട് കൂടി ഇല്ല. ഇപ്പൊ ഗോഡ് ഫാദറിന്റെ പ്രിവ്യൂ ഷോ ആണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം അന്നൊക്കെ ചെന്നൈയിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. അപ്പം മലയാള ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ആൾക്കാരെയും വിളിക്കും. ഏറ്റവും വലിയ ഡയറക്ടർമാർ, പ്രൊഡ്യൂസർമാർ എല്ലാവരും വിളിക്കും. അങ്ങനെ ഗോഡ് ഫാദറിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പോൾ കെ ബാലചന്ദർ സാറുണ്ട്, മണിരത്നമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് അന്നത്തെ പ്രധാനപ്പെട്ട. ഒരുപാട് ഷോ നടക്കും. ഞാൻ എല്ലാവരും ഇങ്ങനെ ക്ഷണിച്ച് ഞാനാണ് നടത്തുന്നത്. കൊണ്ടിരുത്തി. മണിരത്നം അദ്ദേഹം കുറച്ച് ഷൈ ആണ്. അദ്ദേഹം മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ മിണ്ടാതിരുന്നു. സിനിമ കഴിഞ്ഞു. ബാലേന്ദ്ര സാർ വന്നിട്ട് പറഞ്ഞു, ആദ്യം തന്നെ ചോദിച്ചത് ഗോഡ് ഫാദറായിട്ട് അഭിനയിക്കുന്ന ആള് ഇസ് ഹി ഫ്രം സ്റ്റേജ്? ഞാൻ പറഞ്ഞു എങ്ങനെ സാറിന് മനസ്സിലായി? ആ മുഖം, ആ കോൺഫിഡൻസ്, കണ്ണിലുള്ള ആ ഒരു ജ്വാല കാണുമ്പോൾ നമുക്കറിയാം ഒൺലി എ സ്റ്റേജ് പേഴ്സൺ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അത് ഭയങ്കര ഇതായി. പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ സിദ്ദിഖ് ലാൽ. ഞാൻ പറഞ്ഞു അവർ വന്നിട്ടില്ല. അവരോ? ഞാൻ പറഞ്ഞു രണ്ടുപേരാ. ഓ, ഞാൻ ഒരാളാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മണിരത്ന സാറിനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ചിലപ്പോൾ പുള്ളിയുടെ ഒരു ലെവലിലെ ലൈനിലുള്ള സിനിമ ആയിരിക്കും. പക്ഷെ എന്നാലും അറിയണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ 3 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അത് അദ്ദേഹം ചിലപ്പോൾ വിളിക്കുമായിരിക്കും. അവസാനം ഞാൻ തോറ്റിട്ട് ഞാൻ സുഹാസിനെ വിളിച്ചു. ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്താ മുകേഷ്? ഞാൻ പറഞ്ഞിങ്ങനെ ഹസ്ബൻഡ് ഒരു 3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നു. ഒരക്ഷരം പോലും പറയാതെ അദ്ദേഹം പോയി. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? അപ്പം മണി എന്നാണ് പറയുന്നത്. മണി അങ്ങനെ അഭിപ്രായമൊന്നും പറയത്തില്ല, കുറച്ച് ഷൈ ആണ്. പക്ഷേ 3 ദിവസമായിട്ട് എനിക്ക് ഉറക്കം തരുന്നില്ല. നീ എന്തുകൊണ്ടത് കണ്ടില്ല? നീ എന്തുകൊണ്ടത് കണ്ടില്ല? അതാണ് റേവിങ് അബൌട്ട് ദാറ്റ് ഫിലിം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഉടനെ എല്ലാവരും അന്ന് STD കാശാവും, എന്നാലും പോട്ടെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ പടത്തെ കുറിച്ച് മണി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യം അത്രമാത്രം ഒരു എന്താ പറയുക എൻകറേജ്മെന്റ് ആണ് ഇവരെല്ലാം. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഇനി എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു പ്രോഗ്രാം കണ്ട്, ഒരു കലാപരിപാടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുറന്ന് പറയുക. പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ്. ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ 2 or 3 സിനിമ മാസികകളേ ഉള്ളൂ. ഞാനാണ് ഒരു പ്രധാനപ്പെട്ട മാഗസിൻ. ഞാനതിലൊരു പടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ വലിയ സ്വപ്നമാണ്. ഫ്രണ്ട് പേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണം. ഭയങ്കരമായ എന്നുവെച്ചാൽ അയാൾ നോട്ടീസബിൾ ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ സിനിമ അഭിനയിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാനാക്കാര് തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഫ്രണ്ട് പേജിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിങ്ങനെ ചുമ്മാ മനഃപൂർവ്വമൊന്നുമല്ല, ചുമ്മാ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുക. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓ സോറി ഞാനായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. പരിപാടി. അപ്പൊ ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, ഞാനാ വേണമെങ്കിൽ മേടിച്ചോ കേട്ടോ, സാധനം കിട്ടത്തില്ല, ഇപ്പൊ തന്നെ തീരും കേട്ടോ. ഉണ്ടെല്ലാരും എന്താ ഇത് കണ്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരൻ, അതാണ് ഈ കൊല്ലംകാരുടെ ഒരു വലിയ പ്രത്യേകതയാണ്, കൗണ്ടർ നല്ല പറയും. അവൻ പറഞ്ഞു ശരിയാണ് അത് കൊല്ലക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി ചിലത് പറയുന്നുണ്ട്. ഞാനാ വേണമെങ്കിൽ എളുപ്പം മേടിച്ചോ, സാധനം കിട്ടത്തില്ല. ഉടനെ എല്ലാരും ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്തോ കാര്യമുണ്ടല്ലോ. ആണോ എന്ന് ചോദിച്ചോ. കൂടെ 100 എണ്ണ അടിച്ചോളൂ ഇപ്രാവശ്യം. കാര്യം അവർക്ക് ധൈര്യമില്ല, കൂടുതൽ അടിക്കാൻ ധൈര്യമില്ല. അപ്പൊ അതേപോലെ തന്നെ അതിനകത്തൊരു വലിയ ഒരു മെയിൻ പങ്ക്തിയുണ്ട്, അന്നും ഇന്നും. അപ്പം നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഇടും, അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഫോട്ടോ ഇടുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അയ്യോ ഇത് കൊള്ളാമല്ലോ, എന്തൊരു വ്യത്യാസം, ചിരി അത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷനാണ്. അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, എന്തായാലും നീ സിനിമയിൽ വന്നു, മറ്റേ ഫോട്ടോ ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനകത്ത് നിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇന്നെന്ന് പറഞ്ഞിട്, അന്ന് പിന്നെ എപ്പോഴെങ്കിലും ഇടാം. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ മനസ്സിനിങ്ങനെ
ടെൻഷൻ തരുന്ന സംഭവങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെ അന്നത്തെ ഒരു ഫോട്ടോ തേടി പിടിച്ചിട്ടും ഇന്നത്തെ ഫോട്ടോയും കൂടെ ഒന്ന് വെറുതെ ഇട്ടോട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ഒന്ന് പോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ടീം ഓടിപ്പോയി വേഗം തപ്പിയെടുത്ത് ഇന്നത്തെ ഒന്ന് ചിരിക്കോ അവിടെ നോക്കിട്ട്. തുറന്നു പറച്ചിലാണ് ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ട എന്നൊരു പഞ്ച് ഡയലോഗ് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു തുറന്നു പറച്ചിൽ ഇവിടെ പുള്ളി തുറന്നു പറയാൻ പോവാ. കുറച്ചു നേരം ഞാനൊന്ന് എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട്. ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. അല്ല പണ്ഡിറ്റ് ഇപ്പൊ തുറന്നു പറയാൻ നമ്മളിപ്പോ ഫ്ലോറിൽ പിന്നെ വേറെ ആരും കാണത്തില്ല, പുള്ളി മാത്രമേ കാണൂ. പിന്നെ ആനയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഞാനയുടെ കഥ പറയാനുണ്ട്. എന്റെ ഫോട്ടോ ഞാനയിൽ വന്നിട്ടുണ്ടാ. അത് ഒരു ബോഡി ഗാർഡ് പടത്തില് ഗുണ്ടകളുടെ കൂടെ ഒരാൾ നിൽക്കണേല് എന്റെ ബാക്കിൽ ഒരു ഫോട്ടോ വന്ന് ഞാനയില്. ആദ്യമായിട്ട് ഞാനയിൽ ഫോട്ടോ തന്നെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ വർക്കിന് പോകുന്ന ടൈമാണ്. അപ്പൊ എന്നോട് ഒരു പണിക്കാരൻ പറഞ്ഞു, ചേട്ടന്റെ ഫോട്ടോ ഞാനയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആന മേടിച്ചിട്ട് തുറന്നു നോക്കിയിട്ടൊന്നും എന്നെ കാണാനില്ല. ഒരു 8ാമത്തെ 9ാമത്തെ പേജിൽ എന്റെ ഒരു ഫോട്ടോ ചെറുതായിട്ട് ദിലീപേട്ടന്റെ ബാക്കിലിരിക്കണ്. ഞാൻ ഒന്നും നോക്കില്ല. ഉച്ചയായിട്ട് ലീവ് എടുത്തിട്ട് ഞാൻ എന്റെ കൂലി മുഴുവനും മേടിച്ചിട്ട് എറണാകുളം ജില്ലയിലെ കംപ്ലീറ്റ് ഞാനേ മേടിച്ച്. അപ്പൊ തീർന്നപ്പോ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഞാനേ മേടിച്ചു തുടങ്ങി. എല്ലാ കൂട്ടുകാർക്കും എല്ലാ നാട്ടുകാർക്കും കൊണ്ടാണ് വിതരണം ചെയ്തു. എന്റെ ഞാനയുടെ ഇത്ര ഉള്ളട്ടാ, ചെറിയൊരു ഫോട്ടോ വന്നതാ. നല്ല കഥയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ പറയാൻ പറ്റിയ കഥ അല്ല, അതായത് വേറെ സത്യത്തില് ടീം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്താ പണിയെടുത്തിട്ട് കൂലി 10 വെച്ച് മേടിച്ചിട്ട് ഞാൻ മേടിച്ചത്. അതാണ് വേറൊരു വിഷയം. ചേട്ടാ, അപ്പൊ എങ്ങനെയാ നമ്മുടെ സ്റ്റാർ മാജിക് കാണാറുണ്ടോ? മിക്കവാറും കാണാറുണ്ട്. എന്താ സ്റ്റാർ മാജിക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അല്ല, സ്റ്റാർ മാജിക്കിൽ എന്നെ വിളിച്ചപ്പം എനിക്ക് ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്താ നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞാണല്ലോ ഞാൻ വന്നത്. അപ്പം സെയിം തന്നെ അല്ല, എന്താണെന്നറിയോ, പ്രായക്കാർ ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പേസ് പ്രയാസമാണ്. ആ പേസിലേക്ക് വരാൻ വിത്ത് ഹ്യൂമർ. രാജാവ് ഞാനൊന്ന് ആലോചിച്ചിട്ട് ശരി, അതൊരു പരീക്ഷണം. ഓക്കെ. അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുകേഷ് ഏട്ടന്റെ പേസിലേക്ക് നമുക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇതിലും സ്റ്റാർ മാജിക്കിലെ കുറച്ച് പേർക്ക് ചേട്ടൻ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ മാലുമായിട്ട് കുറെ മാലുമാരുണ്ടല്ലോ, അതില് കുറച്ചുകൂടെ മാലുമായിട്ട് 5 മാലുമാരും 5 അല്ലല്ലോ, ഇഷ്ടം പോലെ മാലുമാര്, എല്ലാരും ഗംഭീരമായിരുന്നു. മാലു എന്ന് പറഞ്ഞപ്പോ മാലു ഗോഡ് ഫാദറിലേക്ക് വന്ന ഒരു കാര്യം, അതൊക്കെ പലർക്കും അറിഞ്ഞൂടായിരിക്കും. പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ വേണം. സിനിമ തുടങ്ങാനായിട്ട് പോയി, എല്ലാം റെഡി ആയിരിക്കുകയാണ്. കോഴിക്കോട്ട് ലൊക്കേഷനും നോക്കി ആൾക്കാരും ഒക്കെ വന്നു, പക്ഷെ നായികയില്ല. അങ്ങനെ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ, അപ്പം കനക ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു, നല്ല വിജയമായിരുന്നു. ആ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കി ഞാൻ കണ്ടിട്ടില്ല. സിദ്ദിഖ് ലാലിന്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് നായിക, പറ്റുമോ? പിന്നെന്താ, സ്റ്റിൽസ് എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഓക്കെ, ഇത് ഫിക്സ് ചെയ്തു. അങ്ങനെ 3 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 4ാം ദിവസം രാവിലെ ട്രെയിനിലാണ് കനകയും അമ്മയും വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇറങ്ങി ഇങ്ങനെ വന്നു. അപ്പൊ ഈ കുട്ടി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ആരോ എന്ന് സംസാരം. അപ്പൊ ആരോ ഒന്ന് പറഞ്ഞു, അതെ അതാ കനക, അതാണ്. ഞാനൊന്ന് നോക്കി, എവിടൊക്കെയോ അലഞ്ഞ് തിരിഞ്ഞ് ഏതൊക്കെയോ ട്രെയിനിലൊക്കെ കയറി ഒരു ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കണ്ണെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട്, ദൈവമേ, ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്ന നായിക ഗോഡ് ഫാദറിലെ. അപ്പൊ സിദ്ദിഖ് ലാൽ ഇറങ്ങി വരുന്നു. ഞാൻ പറയാ, സമയമായില്ല, കാർ വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെ തള്ളി അപ്പുറത്തോട്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവര് ഫസ്റ്റ് സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്കായിരിക്കും അടികൊള്ളുന്നത്. അങ്ങനെ ഇവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അപ്പോഴത്തേക്ക് ഇവരും അപ്പുറത്തൂടെ റൂമിൽ കയറി. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ചുമ്മാ മുൻകൂർ ജാമ്യം എടുക്കുന്ന കണക്ക് സിദ്ദിഖ് ലാലിന്റെ അടുത്ത് പറഞ്ഞു, അഭിനയം ഗംഭീരമാണ്, കാണാൻ ചിലപ്പം പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് വന്നില്ലെങ്കിലും ഞാൻ 1-2 സെറ്റിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ മറ്റേ തമിഴ് പടത്തിന്റെ അവരെല്ലാരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടിയെ നേരിട്ട് കാണുന്ന അല്ലല്ലോ അഭിനയിക്കുമ്പോ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, വരട്ടെ എന്തായാലും വരട്ടെ. ഒരു കാറ് നിർത്തിട്ട് ഇറങ്ങി വരുന്നു പെൺകുട്ടി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ, ഇതുപോലൊരു പെണ്ണായിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ സാധനം വരുമല്ലോ, ദൈവമേ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി സറായം കനക അവിടെ റെയിൽ മഹാറാണിയുടെ മുമ്പിൽ അത് തന്നെ ഞാൻ സാറിനെ കണ്ടുപോയി. ഇങ്ങനെയും
പെൺകുട്ടികളും പെണ്ണും മണ്ണും നമുക്ക് അറിയാനൊക്കത്തില്ല എങ്ങനെ മാറും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 7 മാലുമാരും ഇനി എന്തൊക്കെയാണ് അവരെന്തെങ്കിലും മാറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 7 മാലുമാരും എങ്ങനെയുണ്ട്? എല്ലാവരും ഗംഭീരം. 8 മാലുമാര്. ശരി, ഇവർക്ക് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇല്ലേ മാലൂസ്? അല്ലേ അനു? ഈ മാലുവിന് എന്താ ചോദിക്കാനുള്ളത്? അല്ല, മുകേഷ് ഏട്ടൻ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. എപ്പോഴും നോക്കിയാൽ ഇങ്ങനെ കാണിക്കുന്നത്. MM മണി സാറിനെ കണ്ടിട്ടാണോ അങ്ങനെ കാണിക്കണേ? അല്ല, എന്നെ കണ്ടിട്ടായിരുന്നു പുള്ളി കാണിച്ചത്. എന്താ ചോദിക്കാനുള്ളത് ഈ മാലുവിന്? ഐശ്വര്യ മാലു, മുകേഷ് ഏട്ടൻ സ്റ്റാർ മാജിക് കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്റ്റാർ മാജിക്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്? എന്താണ്? അല്ല, അതിനകത്തുള്ള എനർജി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. അതാ ഞാൻ ചോദിച്ചത്, ചാട്ടവാറടിയാണോ ഗെയിമാണോ? ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കോ? അതാണ് ചോദിച്ചത്. ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കോ? ചില ഗെയിം കാണുമ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ ആർട്ടിസ്റ്റുകളെ എന്ന് തോന്നാറ്. സാധനങ്ങളൊക്കെ മോന്തക്കൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോഴത്തേക്ക് ഷോ നന്നായിട്ട് ഇവരുടെ തന്നെ ചോദിക്കാട്ടോ, നിങ്ങളത് എൻജോയ് ചെയ്തിട്ടാണോ? നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങള് ആ ഒരു ടൈമില് ഗെയിം കളിക്കുന്ന ടൈമില് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കുന്നത്. ഇന്ന് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, കാണാം, എല്ലാം കാണാം. പിന്നെ ചേട്ടാ, ഐസ് കട്ടയൊക്കെ കഷത്തിൽ വെച്ചോണ്ടല്ലേ എൻജോയ് ചെയ്യണം 1 മണിക്കൂർ. അല്ല, ഇത് കണക്ക് ഒരു കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നു. അപ്പം ചെവുക്കുറ്റിക്ക് ഒരു അടി കൊടുക്കുന്ന ഒരു രംഗമാണ് എടുത്തത്. അപ്പൊ ഈ ആക്ടറിന്റെ ഒരു ടൈമിങ് തെറ്റിയിട്ട് നല്ലൊരു അടി കൊടുത്തപ്പോ നമുക്ക് കാണാം എല്ലാം നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നായി. അപ്പൊ കുട്ടിയെടുത്ത് വെച്ച് എന്തേലും ഐ എൻജോയ് ദിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മുകേഷ് കിട്ടിയിട്ടുണ്ടോ ഫൈറ്റ് സീനിടയിലൊക്കെ? ഇഷ്ടം പോലെ കൊള്ളാം. അതായത് ഒരു കാര്യമില്ല, ഫൈറ്റ് തുടങ്ങിയിട്ടില്ല. ഈ ബാലൻ കെ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരത് അവാർഡ് നേടിയ ആളാണ്. ബെസ്റ്റ് ആക്ടറാണ്, മലയാളത്തിന്റെ ഒക്കെ ഏറ്റവും നല്ല ആക്ടേഴ്സിലുള്ള ഒരാളാണ്. പക്ഷേ കുറച്ച് റഫാണ്. അപ്പൊ എനിക്കാണെങ്കിൽ തുടക്കകാലത്തൊക്കെ ഈ ഫൈറ്റ് ഇച്ചിരി പേടിയാണ്. ക്യാമറ ഒക്കെ ഇറക്കുന്ന ലൈറ്റൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താടാ നിനക്ക് വലിയ പേടിയാണ് ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ എത്ര കൊല്ലായി, അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ ആ ടൈമിലങ്ങ് ചെയ്യുന്നുണ്ട്. അതന്നെ ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഒന്നുമില്ല. ഇപ്പൊ നീ അവിടെ നിൽക്കുന്നു, ഞാനിങ്ങനെ നിന്നെ ഇടിക്കാണ്, ഒരിടി മോന്താക്കി. സോറി അങ്ങനല്ല, അങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഈ ഇടി ഷോട്ടിൽ തന്നിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ഉപകാരമായിട്ട്. ഇത് ആ സാധനമൊക്കെ ഇറക്കുന്നതിന് മുമ്പ് ഒരു റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഫൈറ്റിൽ ഇടി ഡെഫിനറ്റ് ആയിട്ട് കൊള്ളാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ അതിനകത്തൊന്നും മാറ്റുന്നത്. സാർ, മുത്താരം കുന്നു പിയോ എന്ന് പറഞ്ഞ സിനിമയില് കുറച്ചുകൂടെ സാറിന്റെ ഇത് വരുന്നില്ലേ, ഗുസ്തി ആ ഒരു അതില് ദാരാ സിംഗ് എന്ന് പറഞ്ഞ ലോക ഗുസ്തി ചാമ്പ്യനാണ് ക്ലൈമാക്സ് വരുന്നത്. നിങ്ങൾ മുത്താരം കുന്ന് പിയോ കാണുന്നില്ല. ലോകത്തിലെ അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യൻ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഗുസ്തി ഇങ്ങനെ പിടിക്കുമ്പോൾ, കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ ഇത്രയേ ഉള്ളൂ, ഈ സൗണ്ട് ഈ സെക്കൻഡിൽ ഇയാൾ ഉയർത്തും, ഒപ്പോണന്റിനെ ഉയർത്തും. മറ്റേ ആളൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന് മുമ്പ് ഉയർത്തിയിട്ട് കറക്കും. ചിന്തിക്കാൻ സമയം കിട്ടില്ല. ആ ഒരു ടെക്നിക്കാണ്. എന്നിട്ട് താഴെ ഇട്ട് കളയും. അപ്പൊ അതാണ് ദാരാ സിംഗ്. അപ്പൊ ദാരാ സിംഗ് ഞാനും കൂടാണ് അവസാനത്തെ മത്സരം. ഈ നെടുമുടി വേണു ജഗദീഷ് ദാരാ സിംഗിന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു, ഇവ യൂണിവേഴ്സിറ്റിയിൽ റെസ്ലിംഗ് ചാമ്പ്യനായിരുന്നു. ഇവൻ മനസ്സിനകത്ത് ഞങ്ങൾ ഇന്നലെ രാത്രി അറിയാതെ സംസാരത്തിൽ നിന്ന് വന്നതാണ്, വലിയ ദാരാ സിംഗ് ആയിരിക്കും. എൻ്റെ അടുത്തൊന്നും നടക്കത്തില്ല. ഞാൻ ഒരു പ്രത്യേക ടെക്നിക്കിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളെ ഞാൻ മലത്തി അടിക്കും. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്ന് ശ്രദ്ധിച്ചോണ്ടെന്ന്. എന്തൊരു തീക്കളിയാന്നറിയാം. അപ്പൊ ഇദ്ദേഹം എന്നെ നോക്കും, ഒരു സഹതാവാണ് അദ്ദേഹത്തെ. നീ ഇത്രയും മണ്ടനായി പോയത്, നീ എന്നെ എന്ത് ചെയ്താണ് നീ ഇത് അടിക്കാൻ പോകുന്നത്? ഞാൻ ലോകോത്തര ഗുസ്തിക്കാരനല്ലയോടെ. ഇങ്ങനെയൊക്കെ പല എക്സ്പ്രഷൻസും വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ എപ്പം നോക്കിയാലും പുള്ളി എന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ ഒരു നിഷ്കളങ്കതയൊക്കെ കണ്ടിട്ട് അദ്ദേഹം അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, കോമ്പറ്റീഷൻ ഇസ് ഗുഡ്, പക്ഷേ എന്താണ് നമ്പർ എന്നുള്ളത് നീ എൻ്റെ അടുത്ത് പറയണം. കാര്യം അതനുസരിച്ച് അല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഒക്കെ ഒടിയും.
ഞാൻ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല. നിന്റെ രഹസ്യമെല്ലാം നമ്മൾ അറിഞ്ഞു അതൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ രണ്ടുപേരും ഇരിക്കുകയാണ് അവിടെ. അവരൊരു തമാശ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുക. ജാമൽ സാർ എനിക്ക് മനസ്സിലായില്ല. നീ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരിക്കും, പക്ഷെ ഞാൻ വേൾഡ് ചാമ്പ്യനാണ്. നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൊക്കുന്നതിന്റെ ഇടയ്ക്ക് കടകടകട സൗണ്ട് കേൾക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് അദ്ദേഹത്തിന്റെ കാലി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ സാറേ, എനിക്ക് ജീവിക്കണം, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴവർ ഓടി വന്നിട്ട് അയ്യോ ദാറ്റ് വാസ് ജസ്റ്റ് ഫോർ ഹ്യൂമർ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നോ ഡോണ്ട് മിക്സ് ഹ്യൂമർ വിത്ത് ഗുസ്തി. ദാറ്റ് ഈസ് ഗുസ്തി ഈസ് സത്യം, ഹ്യൂമർ ഇസ് നോട്ട് ട്രൂ, ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ്. അന്നൊരു ടിപ്പ് തന്നാണ് നമുക്കൊക്കെ. അല്ലെങ്കിൽ ഇപ്പം ഈ മാജിക്കിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് നമ്മൾ ഇനി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും മുകേഷ് ഏട്ടൻ വന്നു കഴിഞ്ഞു. ഇനിതാ ശരിക്കും കഥകളുടെയും അതുപോലെ തന്നെ കൗണ്ടേഴ്സിന്റെയും ബഹളമയായിരിക്കും. ഒപ്പം അതിന്റെ മുകളില് കുറെ ഗെയിംസും കളിച്ചിരി തമാശകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. സോ മുകേഷ് ഏട്ടാ തുടങ്ങല്ലേ, നമ്മള് അടിച്ചു വിളിക്കല്ലേ? സോ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ് മുകേഷ് ഏട്ടനെ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ സ്പെഷ്യൽ ഇവന്റിലേക്ക്, മെഗാ ഇവന്റിലേക്ക്. Once again, welcome all of you. This is Star Magic. ഇനി കളർ മാറാടുമ്പോൾ ദൈവമേ അയ്യാ, ആദ്യത്തെ സംരംഭമാണ്. അളിയ കലക്കണം, കലക്കിയിരിക്കും നമ്മൾ. നിന്നെ വിശ്വസിച്ചാണ് എല്ലാം കിട്ടാൻ. അറിയാ പറയുമ്പോ വെബ് സീരീസ് ഇപ്പോഴത്തെ ട്രെൻഡാണ് വെബ് സീരീസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് സിനിമയിലൊക്കെ ഓടി അങ്ങ് ചെന്നാണ്ടല്ലോ, നമ്മളെ പിടിച്ച് അഭിനയിപ്പിക്കൂ? ഇല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. പോയതാണ് കേട്ടോ, ഞാൻ കുറെ പോയതാണ്. അതാ പറഞ്ഞ നിനക്ക് അവസരം കിട്ടിയോ? അല്ല, നിനക്ക് കിട്ടിയ അവസരം? ഇല്ല, എല്ലാരും പറഞ്ഞു കണ്ടു സിനിമയിൽ ഒരുപാട് അലയണം. ഇതിപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാന്ന് പറയുമ്പോ നല്ല വെബ് സീരീസിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ് സീരീസ് ആരൊക്കെ കാണും? എല്ലാവരും കാണും. തിയേറ്ററിലൊന്നല്ലല്ലോ റിലീസ്, മൊബൈലിലല്ലേ റിലീസ് ചെയ്യുന്നതും. അതുകൊണ്ട് എല്ലാ സിനിമാ സംവിധായകരും എഴുത്തുകാർ ഈ പരിപാടി കാണും. എന്നിട്ട് അതിനകത്ത് നല്ലവരെ പിടിച്ച് ഇവർ സിനിമയിൽ അഭിനയിപ്പിക്കും. അങ്ങനെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മലയാള സിനിമയിലേക്കുള്ള ഫസ്റ്റിലുള്ള 4 വെപ്പാണ് വെബ് സീരീസ്. അത് ഏത് സീരിയലറിയാ? സീരിയലല്ല, റിയാലിറ്റി ഷോ. ആരോട് പറയാനാണോ ഞാൻ തന്നെ പൊട്ടന്മാരെ. ഈ വെബ് സീരീസിലെ ഈ നടന്മാരുടെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ സംവിധായകർ ഇതൊക്കെ കാണും. എന്നിട്ട് അവരാ സിനിമയിലേക്ക് വിളിക്കും നമ്മളെ. അതാണല്ലോ അപ്പോഴത്താണ് ഇവിടുത്തെ ട്രെൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വെബ് സീരീസ് മലയാള സിനിമയിലേക്കുള്ള കാൽവെപ്പാന്ന് കേട്ടോ. അപ്പൊ പിന്നെ പൈസ നീ കൊണ്ടുവന്നിട്ട് അത് അളിയന്റെ കിഡ്നി വിറ്റായിരുന്നു. വിറ്റിട്ട് ഞാൻ പൈസ അവൻ ആരും അറിയാൻ അലമാരി വെച്ചിരുന്നു. ഞാൻ അതിൽ നിന്നൊരു 1 ലക്ഷം രൂപ എടുത്തിട്ട്, നീ 1 ലക്ഷം അല്ലേ പറഞ്ഞേ? 1 ലക്ഷം അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഈ സംഭവം വിജയിച്ചു. എന്ത് വർത്താനാണ് പറഞ്ഞത്? ഇവിടെ നമ്മുടെ വെള്ളക്കാന്ന് പറഞ്ഞോണ്ടൊരു സാധനം ഉണ്ടല്ലോ. തേങ്ങയെന്നല്ലേ എന്റെ പേര്? ഈ വെള്ളക്ക വലുതായിട്ടല്ലേ തേങ്ങയാവണത്. അങ്ങനെ തുടങ്ങുമ്പോ ഇത് വെള്ളക്കയായിരുന്നു. എന്നിട്ട് ചാനലിലൂടെ സാധനം ഓടിക്കോടി ഇന്ന് ഒരു മാസം ഈ പയ്യന്മാർക്ക് കിട്ടുന്നതുകൊണ്ട് 10-25 ലക്ഷം രൂപ കിട്ടുന്നതാണ് അറിവ്. അപ്പൊ അത് ഓക്കെയാണ്, പൈസ കിട്ടുമല്ലേ? ഉറപ്പാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഈ വെബ് സീരീസ് ചെയ്യുന്നു, നീ ഇപ്പൊ 1 ലക്ഷം അല്ല മുടക്കിയത്. ഈ വെബ് സീരീസ് അങ്ങ് ചെയ്യുന്നു, നമ്മള് അടുത്ത ആഴ്ച ഇത് കണ്ടിട്ട് 1 മാസം കൊണ്ട് ഈ പൈസ ഈ പറഞ്ഞ 25 ലക്ഷം രൂപ പോരുന്നു. അയ്യോ, അപ്പൊ എന്തായാലും നീ കൊണ്ടു വെച്ചേക്കണ പൈസയുടെ കൂടെ 25 ഷെയർ തിരിച്ചു കൊണ്ട് വെക്കാനാണ് പൈസ കിട്ടുന്നത്. ആരും അറിയാതെ അത് സംഗതി വെക്കല്ലേ? നിന്റെ കയ്യിലിരിക്കണ പൈസ വെക്കല്ലേ? ഞാൻ പൈസ വെക്കുക. അറിയാമല്ലോ, പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി തന്നതാണ് നമ്മുടെ 4 സെന്റ് കോളനിയിൽ. അപ്പൊ ആ വീട് വെക്കാൻ തന്നതിനകത്ത് ഞങ്ങൾ കിഴക്കേ മുറി, ഞാൻ ഒരു മുറി കട്ട് ചെയ്തിട്ട്, ഞങ്ങൾ എല്ലാവരും സിറ്റ് ഔട്ടിൽ ഒരു കിച്ചനും മാത്രമേ ഉള്ളൂ, ഒരു മുറി കട്ട് ചെയ്തിട്ടാണ് 1 ലക്ഷം രൂപ കൊണ്ടുവന്നത്. പിന്നെ ഒരു വീടിന് 2 കിച്ചണൊക്കെ വരാൻ പറ്റുമോ? 2 ഹാള് വരാൻ പറ്റുമോ? ഞാൻ ഒരു ബെഡ്റൂം കട്ട് ചെയ്തു. പൊന്നടാവേ, ഈ സാധനം ഒന്നും അങ്ങോട്ട് ഹിറ്റായി കഴിഞ്ഞാണ്ടോ പിന്നെ കാശ് പറഞ്ഞ വഴിയറിയില്ല നമുക്ക്. ബംഗ്ലാവ് പണിയല്ലേ? ബംഗ്ലാവ് പണിയാം, ബംഗ്ലാവ്. പിന്നെ നമ്മുടെ സംവിധായകനുണ്ട്, ഉള്ളിനടുത്ത് മാന്യമായിട്ടൊക്കെ നിന്നാൽ
ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകന വെബ് സീരീസിന്റെ പിന്നെ ഇപ്പോഴത്തെ കംപ്ലീറ്റ് ഹിറ്റ് വെബ് സീരീസ് ഈ പുള്ളിയുടെ അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അത് നിന്നോളാം. നമുക്ക് നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം, നീ പറയുന്ന പോലെ എല്ലാം ഞങ്ങൾ ചെയ്തോളാം. അല്ല ഞങ്ങൾക്ക് കുറച്ച് പരിചയക്കുറവുണ്ടെങ്കിലും നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. നീ അതൊന്നും ഉറപ്പിലാണല്ലോ എല്ലാം. അപ്പൊ 1 ലക്ഷം 2 ലക്ഷം രൂപ ഞാൻ ചോദിക്കട്ടെ, നീ പൈസ ഒന്നും എടുത്തില്ലേ? ഞാനെന്തിന് പൈസ തരണം? അഞ്ചിന് ചോദ്യം ഇത് നിനക്കോ എനിക്കറിയാം ഇതിനെ പറ്റും എല്ലാം അവന്റെ തലേന്ന് വന്ന സാധനങ്ങളല്ലേ, പിന്നെ അവന്റെ അടുത്ത് പൈസ ഞാനൊരു കാര്യം ചോദിച്ചതല്ലേ, കിഡ്നി വിറ്റ പൈസ അത് അലമാരിലിരുന്ന് ഞാൻ പെരുക്കുവോ? ഇല്ല. നിന്റെ വീട് വെക്കാൻ വേണ്ടിയിരുന്ന പൈസ നീ 1 ലക്ഷം രൂപ ഇതിനകത്തിട്ടു, അത് പെരുക്കുവോ? ഇല്ല. വീട്ടിലിരിക്കാൻ ഞാൻ ഇങ്ങനെ ഈ ഐഡിയ ആയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ നന്ദി വേണം. ഇത് ഇങ്ങനെയാണ് ഞാൻ അവന്റെ പൈസ അല്ല ഞാനതാ ഇല്ല 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 അവൻ അത് അറിയാതെ ഇനി ചോദിക്കത്തില്ല, ഞാൻ പറഞ്ഞില്ല നമുക്ക് സിനിമ അറിയാതെ പറ്റി ചോദിച്ചതാ. നീ ഇത് ചെയ്യും. ഡയറക്ടർ വരും. ഡയറക്ടർ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല മട്ടത്തിന് നോക്കിയും കണ്ട് എളിമയോടെ നിൽക്കണം. നീ പറയുന്ന പോലെ നിന്നോളാം. അവിടുത്തെ അപ്പടി വരും. അയ്യോ അയ്യോ എന്തെന്ന് വെച്ചിട്ട് വേണ്ട, ഒരു ഡയറക്ടറായി പോയില്ലേ. ഇത് പ്രശസ്ത സിനിമ സീരിയൽ വെബ് സീരീസ് ഡയറക്ടറാണ് ഇദ്ദേഹം. ചലച്ചിത്രം സംവിധായകനാരാ? സംവിധായകൻ ഞാൻ അല്ലപ്പ ഡയറക്ടർ എന്റെ അസോസിയേറ്ററിനെ കൊണ്ട് ചെയ്യിക്കാം. സംവിധാനവും ഡയറക്ഷനും പുള്ളി തന്നെയാണ്. അതങ്ങനെ ശരിയാവും. അന്നേരം പിന്നെ ഒരുപാട് ഭാരമാകത്തില്ല. അല്ലെ രണ്ടും കൂടെ ഒരാൾ ചെയ്യുന്നതിനൊക്കെ നല്ലത് നമ്മൾ എന്തായാലും രക്ഷപ്പെടുന്നത് നമുക്ക്. അല്ല ഈ സംവിധാനവും ഡയറക്ഷനും കൂടെ ഒറ്റയ്ക്ക് ചെയ്താൽ സാറിന് താങ്ങാമെന്നാ സാർ. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം. നീ ഓക്കെ ആണല്ലോ, എന്നാ പിന്നെ കുഴപ്പമില്ല. സാറേ ഇതെല്ലാം ഓക്കെ. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് തന്നെ അറിയാലോ, എന്റെ ഉള്ളിലിപ്പ് അറിയാലോ, എനിക്കൊന്ന് മിങ്കിളാവണം. അതുകൊണ്ട് സാറ് പറഞ്ഞ നടി വന്നിട്ടുണ്ടോ? പിന്നെ വിറ്റയല്ല പിന്നെ ഞാൻ നടി വിളിക്കട്ടെ. നടിനെ വിളിക്കും സാറേ. നയൻസ്. നയൻതാരയാണോ വരുന്നേ? അല്ലല്ല, നയൻസ് വെബ് സീരിയലിന്റെ സൂപ്പർ ഹിറ്റ് നായികയാ. വെബ് സീരീസിൽ നയൻതാരയാണോ വരുന്നത്? പിന്നെ വെബ് സീരീസിൽ നയൻതാര മോനെ വന്ന നമ്മുടെ ഈ പുള്ളിക്കാരത്തെ അഭിനയിച്ച സംഭവം ഒക്കെ ഹിറ്റാ. പിന്നെ ഞാനാണ് ഇതിന്റെ പൈസ മുടക്കുന്നതും എല്ലാ സംഭവവും ഇതുകൊണ്ടാണ് ഇതിന്റെ 10 എണ്ണം ഒന്നിച്ച് ചെയ്യാനാ. ഇത് കട്ട് പറയുന്നു അടുത്ത് ചെയ്യുന്നു, കട്ട് പറയുന്നു അടുത്ത് ചെയ്യുന്നു. അല്ല സാറേ? അതെ അതെ, ഇത് ഏതോ നല്ല കുടുംബത്തിലെ കൊച്ചാന്നല്ലോടെ വിളിച്ചപ്പോ വന്ന് എങ്ങനെ വന്നു? എനിക്കെന്റെ കേസൊന്നും ആവത്തില്ലല്ലോ. എനിക്കറിയത്തില്ല. അല്ല ഇവൻ വിളിച്ചോണ്ട് വന്നോണ്ട് എനിക്ക് ഉള്ളിലൊരു അങ്കലാപ്പുണ്ട്. ഇല്ല, ഞങ്ങൾ സീരിയലിലെ നയൻതാരയുടെ മുമ്പിൽ വെച്ച് മാറി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇത്രയും വൃത്തിയുള്ള കൊച്ചൊക്കെ നീ വിളിച്ചപ്പോ വന്നു എന്നറിഞ്ഞപ്പോ ഒരു എടാ നിങ്ങൾക്ക് എന്റെ നാട്ടിൽ എനിക്ക് വിലയില്ലാത്തുള്ളൂ. ഞാൻ പുറത്ത് ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് വേറെ ലെവലാണ്. അതെ അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ റിഹേഴ്സൽ ഒന്ന് തുടങ്ങാം. അപ്പൊ ഞാൻ ഇതിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇത് നായികയാണല്ലോ, ഇതിനുള്ള 3 കഥാപാത്രങ്ങൾ. പ്രൊഡ്യൂസേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളെ ഒന്ന് അതിന്റെ ആവശ്യമില്ല. ഇതിലുള്ള ഏതോ ഇതും എന്റെ കൂട്ടുകാരനാണ്. പ്രൊഡ്യൂസറാണ്. വീട് പണിക്ക് വെച്ചിരിക്കുന്ന കാശൊന്നും അല്ല. പ്രൊഡ്യൂസർ താങ്കളല്ലേ? അതെ അതെ, ഞാനാണ് പ്രൊഡ്യൂസർ. 3 പ്രൊഡ്യൂസറാണോ? അതെ അതെ. അപ്പൊ 4 കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ആൾറെഡി നായിക ഉണ്ടല്ലോ, പിന്നെ ബാക്കിയുള്ള 3 കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ, ഒരു വേലക്കാരൻ, ഒരു നായകൻ. മനസ്സിലായി? അത് ഈ കഥാപാത്രങ്ങൾ ആരാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെരഞ്ഞെടുത്തു. അപ്പൊ ഇതിനകത്ത് സാറേ ഈ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. അതെങ്ങനെ നമ്മൾ പൈസ മുടക്കിയിട്ട് ഞങ്ങൾ ആയിക്കൂടെ നായകൻ? അതല്ല, ഞാനും 1 ലക്ഷം രൂപ മുടക്കിയില്ലേ, കാശ് വേണം, എന്നാലും നായകനും കൂടെ ആവാന്ന് വിചാരിച്ചിട്ടൊക്കെ. നമുക്ക് അങ്ങനെ കുഴപ്പമുണ്ടോ? നായകനാ നീയോ? നീ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇവനെ പിടിച്ച് നായകനാക്കാൻ പറ്റില്ല. പറ്റത്തില്ല, കൊള്ളത്തില്ല, പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് പിന്നെ അയ്യോ അതെ. ഈ വെബ് സീരീസില് ഇപ്പൊ നായകനായി എങ്ങനെ ഇരിക്കും? ഈ അപ്പ് സാധനം ഓടുവോ? എന്റെ 1 ലക്ഷം രൂപ
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നായകനാകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് നായകനാകാം സാറേ. അപ്പൊ നായകൻ ആൾറെഡി ഫിക്സ് അല്ല. നീ അല്ലേ കാരണം എന്താ സംഭവം അറിയാമോ? അല്ലെങ്കിൽ നായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാ പൈസ മുടക്കണത്. നിങ്ങൾ കയറി നായകനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നായകനാവണോ പൈസ ഇരട്ടിച്ച് തിരിച്ചു കിട്ടണോ? പൈസ മതി, പൈസ കിട്ടണം. നമുക്ക് നായകൻ പിന്നെ വീട് പണി ഒരു റൂം ആണല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നായകൻ ഞാനാവാം സാറേ. ഞാൻ നായകൻ. നായകൻ ഫിക്സ്. അപ്പൊ അടുത്ത വേലക്കാരനാരാ? വേലക്കാരൻ ഞാന് ദൈവൻ. അതാ നല്ലത്. കണ്ടറിയാൻ പാടില്ല ഇവന് വേലക്കാരന്റെ മുഖമല്ലേ. കറക്റ്റ് ഫിയറാ. വേലക്കാരൻ മതിയോ? വേലക്കാരൻ മതി. എന്നാലും എന്റെ 1 ലക്ഷം രൂപ വേലക്കാരനായിട്ട്. ഞാൻ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിനക്ക് നിന്റെ പൈസ തിരിച്ചു കിട്ടണോ അതോ പൈസ തിരിച്ച് കിട്ടണ്ടേ? പൈസ വേണം, അല്ലെ ഹാളിൽ കിടക്കേണ്ടി വരും. കണ്ടറിയാൻ പാടില്ല സാറേ വില്ലൻ. അത് പിന്നെ നിനക്ക് പക്കയാ. അപ്പൊ ഫസ്റ്റ് സീൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഫസ്റ്റ് സീൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇന്ന് നായകന്റെ നായികയുടെയും വെഡിങ് ആനിവേഴ്സറി. അതെ, നായകന്റെ നായകൻ എന്റെയും ഈ കൊച്ചിന്റെ വെഡിങ് ആനിവേഴ്സറി ഒന്നാമതായാലോ. വെഡിങ് ആനിവേഴ്സറി 5, 6, 7 ഒക്കെ പോകുമ്പോ ത്രില്ലങ്ങ് പോകും. ഒന്നാമതാകുമ്പോ നല്ല ത്രില്ലായി. ഓക്കെ. അപ്പൊ അന്നേ ദിവസം നായിക കയ്യിലൊരു പൂവുമായി വികാര പരവശയായി ഈ കൊച്ചോ എന്നിട്ട് നായകന്റെ അടുത്തേക്ക് വരികയാണ്. കൊച്ച് എന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ചേട്ടാ, ഇന്ന് നമ്മുടെ 1ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് എന്ന് പറയുന്നതും നായകൻ നായികയെ കെട്ടിപ്പുണരും. അങ്ങനെയാണോ? എന്റെ ദൈവമേ, സൂപ്പർ സ്ക്രിപ്റ്റ്. എന്റെ ദൈവമേ, എന്നാ സ്ക്രിപ്റ്റാ സാറേ. പൊളിക്കാം. ഇത് ഞാൻ പൊളിക്കുന്നു. അപ്പൊ ഫസ്റ്റ് സീൻ റെഡി. നിങ്ങളങ്ങോട്ട് മാറി. ഞാൻ എങ്ങനെ വേലക്കാരൻ ഇപ്പൊ ഞാൻ എങ്ങനെ നിൽക്കാം? എന്റെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് കൊച്ചു വരുവാണല്ലോ. അപ്പൊ വരുമ്പോ ഞാൻ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സ്റ്റൈല് നായകനല്ലേ, ഒരു സ്റ്റൈലിൽ വേലക്കാരൻ ഈ സമയത്ത് അടുക്കളയിൽ. വേലക്കാരൻ ഇപ്പോഴെങ്കിലും വരൂല. വരുമ്പോ ഞാൻ പറയാം. അടുക്കളയിൽ നിൽക്കാമല്ലോ. അടുക്കളയിൽ നിൽക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും പോയി നമുക്ക് ഒന്ന് വരാൻ പറയാം. പ്രഷർ കയറിയപ്പോ താഴെ വീഴും. ഇല്ല, നീ വടിയും പിടിച്ചോണ്ട് ആ സൈഡിൽ പോയി ഞാൻ വിളിക്കാം. ഫസ്റ്റ് സീനാണ് റെഡി. റിഹേഴ്സൽ. നിന്നെ ടി വി കാണാൻ ഡയലോഗ് എന്താ സൗണ്ട് പറയാമോ? എന്റെ കൊച്ച ഡയലോഗ് ഒന്നും ഉള്ള നീ വരുന്നു, ഞാൻ കെട്ടിപ്പിടിക്കുന്നു. അത് മതി. കൊച്ചിന് ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ല സാറേ, എന്തെങ്കിലും ചെയ്. ഓക്കെ റെഡി. ഫസ്റ്റ് സീൻ വന്നിട്ട് എന്താ പറയണെന്ന് പറ. ചേട്ടാ, ഇന്ന് നമ്മുടെ 1ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. അത്രയും പറഞ്ഞാൽ മതി, ബാക്കി പുള്ളി ചെയ്തോളൂ. ബാക്കി ആക്ഷൻ. ചേട്ടാ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? അല്ല, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കെട്ടിപ്പിടിക്കാൻ വരുമ്പോ നായകന് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു. അടിച്ചു തള്ളി നിലത്ത് വീഴും. നല്ല സീനാട്ടോ, നല്ല സീനാട്ടോ. സ്ക്രിപ്റ്റ് ആട്ടോ. അച്ഛല് നിലത്ത് വീഴുന്നു, തളന്ന് ഓൺ സൈഡ് തളന്ന്. സാറേ, ഞാൻ കാര്യം ചോദിക്കട്ടെ? ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരാതെ ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഷോക്കിൽ സ്ട്രോക്ക് വന്നു എങ്ങനെയൊക്കെ സാറേ? സൂപ്പറായിരിക്കില്ലേ? എന്റെ സ്ക്രിപ്റ്റ് കറക്റ്റ് ആ റൂട്ടിൽ തന്നെ പോണം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. സ്ക്രിപ്റ്റ് വിളിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ പൈസ നമ്മുടെ പൈസ. ഇതിന് സംഭവം എന്നറിയില്ല. ഈ സാധനം നിങ്ങളാണല്ലോ പൈസ കൊടുക്കണത്. ഞാൻ ഈ കൊച്ചിനെ കെട്ടിപ്പിടിക്കണ ആ ഇതില് നമുക്കൊരു സ്ട്രോക്ക് വരുന്നു. അതല്ല എന്നെ അല്ലല്ല, സാറ് പറയുന്നത് കേൾക്കണം. നീ പറഞ്ഞല്ലേ ആദ്യം സാറ് ഡയറക്ഷനും സംവിധാനവും ഞാൻ ഒരുമിച്ചാണ് നോക്കണേ. ഞാനിത് തളർന്നു വീണ് അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ തളർന്നു വീണ് കിടക്കുമ്പോഴത്തേക്കും പിന്നെ വെബ് സീരീസ് തീരണവരെ അവിടെ ഒറ്റ കടത്തയാ നായകൻ. അത് കഴിഞ്ഞിട്ട് വേലക്കാരനും നായികയും തമ്മിൽ പ്രണയത്തിലാകും. വീട്ടിലെ വേലക്കാരനും നായികയും തമ്മിൽ പ്രണയത്തിലാകുന്നു. സൂപ്പർ സ്ക്രിപ്റ്റ് സാറേ. സാറേ സാറേ ഇതുവരെ പറഞ്ഞത് ഇങ്ങോട്ട് പറയിക്കണം. സൂപ്പർ സ്ക്രിപ്റ്റ് കേട്ടോ. ആനക്കാരൻ വേറെക്കാരൻ ഇവിടെ അഭിനയിക്കുന്നു. അല്ല, ഞാൻ വേറെ കാര്യം പറയുന്നത്. അല്ല, ഇവിടെ വേറെ കാര്യമുണ്ട്. ഞാൻ നിന്റെ കേട്ടല്ലേ ഞാൻ പറഞ്ഞുതരാം. എടാ, ഇതിനകത്തുണ്ടല്ലോ നിങ്ങളാണല്ലോ പൈസ മുടക്കണത്. അതായത് 1 ലക്ഷം നീയും 1 ലക്ഷം നീയും. പിന്നെ ഇപ്പൊ ഇതിനകത്ത് 1 ലക്ഷം നിങ്ങൾ പൈസ മുടക്കുമ്പോ ഒരിക്കലും ഞാൻ നായകനാവാൻ ആപ്റ്റല്ല. ആദ്യം നിന്നോട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറഞ്ഞല്ലേ. ഇതൊക്കെ കാര്യം മനസ്സിലാക്കാം. നിങ്ങളല്ലേ പൈസ മുടക്കുന്നത്? അതിന് മുഴുക്കഷ്ണം ഞാൻ എടുത്തോണ്ട് പോകണം. ശരിയാണോ? അതല്ല. അങ്ങനല്ല, വേറെ കാര്യം മനസ്സിലാക്കണം. ഒരു വെബ് സീരീസ് ഇറങ്ങുമ്പോൾ ഇതിനകത്ത് നായകൻ ആരാണ് എന്നാണ് ആളുകൾ നോക്കുള്ളൂ. അല്ലാതെ വേലക്കാരൻ ആരാണെന്ന് ആളുകൾ നോക്കൂ ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. നിനക്ക് നായകനാണുള്ള എല്ലാ യോഗ്യത. ആ മുഖത്തെ മുഖശ്രീ നോക്കി. എന്താണ് കുലശ്രീ? അളിയൻ പറയുന്നത് ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണം. എനിക്ക് പൈസ കിട്ടണം. നിനക്കും കിട്ടണോ? പൈസ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വേലക്കാരൻ,
നീ നായകൻ. അപ്പൊ എന്റെ കെട്ടിപ്പിടുത്തം പോസ്റ്ററിലൊക്കെ വലിയ തലയായിരിക്കും. നായകന്റെ തല, നായികയുടെ തല, നായകന്റെ തല, നായികയുടെ തല. അല്ല എന്നാലും ഇവിടുത്തെ ഈ സീൻ പ്രേമം. ഇവിടെ നിനക്ക് ആ സീൻ വേണം, 1 ലക്ഷം രൂപ വേണം. ഇനി വന്നേ, ഞാൻ ഒരു കാര്യം പറയാം. ഈ സാധനം ഹിറ്റായി കഴിഞ്ഞാൽ നിനക്ക് അടുത്ത വെബ് സീരീസിൽ നായകനോ നായികയോ ഇനി നായകനോ അല്ലാത്ത വേഷം വരണമെങ്കിൽ നിനക്ക് ചെയ്യാം. അതൊന്ന് ഹിറ്റാകട്ടെ, ഹിറ്റാകട്ടെ ഒന്ന് പറഞ്ഞു. അല്ല അവൻ പറഞ്ഞ് ചെയ്യടാ, അത് കറക്റ്റ്. നമ്മൾ അല്ല ഇതിപ്പോ എന്ത് തീരെ ഒന്നും പറയണ്ട. ഇല്ല അതെ, നമുക്ക് ഞാൻ വേണമെങ്കിൽ ഇതാവാം അല്ലേ? ഇത് വേലക്കാരനായിക്കോളൂ. ആണോ ചേഞ്ച് ചെയ്തു? അത് മാത്രമല്ല ഇത് നായകൻ ഈ വന്നാലും അഭിനയ സാധ്യത. അഭിനയ സാധ്യത പിന്നെ കണ്ണിനകത്താണ് ഫുൾ എക്സ്പ്രഷനും കിടക്കുന്നത്. അവിടെ പോയി തളർന്നു കിടന്നോ ചെല്ല്. കണ്ണുകൊണ്ട് കംപ്ലീറ്റ് എക്സ്പ്രഷനും കാണിച്ചോ. ചില സമയത്ത് എഴുതെങ്കിലും അനങ്ങരുത് അനങ്ങാൻ പറ്റില്ല. ശരീരം മൊത്തം തളർന്നു കിടക്കാം. അവിടെ നീ നായകനാണ്, നായകൻ. അത് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. സാറേ വേലക്കാരൻ, ഇനി വേലക്കാരന്റെ സീൻ പറയാം. വേലക്കാരൻ സൂപ്പർ. അതെ, വേലക്കാരൻ എന്തായാലും നായികയായിട്ട് പ്രണയത്തിലായല്ലോ. ഞാൻ പിന്നെ പറഞ്ഞു വേലക്കാരന്റെ നായികയായിട്ട് പ്രണയത്തിലായി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്തിനാ സാറേ വീട്ടിൽ ആളെന്തിനാ സാറേ? സാറിന് ഒരു കൊച്ചു വെബ് സീരീസ് അല്ലേ, അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് വന്ന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അല്ലേ വേറെ ആരും വേണം. എല്ലാം അറിയാം അല്ലേ? നായിക റേഷനറിയിൽ നിന്നും കല്ല് പറക്കി കളഞ്ഞോണ്ടിരിക്കും. കല്ല് പറക്കി കളഞ്ഞു, ഇഷ്ടം പറഞ്ഞല്ലോ. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നായികയെ വേലക്കാരൻ പുറകിലൂടെ നടന്നു വന്ന് കെട്ടിപ്പിടിക്കുന്നു. വേലക്കാരൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്താ ദൈവം, അതാ ആദ്യം. അപ്പൊ ആ സീൻ ചെയ്യാം. അടിപൊളി അറിയാം. അപ്പൊ തുടങ്ങാം. വെല്ലുവിളിയായിരിക്കും. നായിക അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളും, കല്ല് പറക്കി കളയും. അപ്പൊ നായിക മൂത്രത്തിലെ കല്ല് അല്ല മൂത്രത്തിലല്ലോ റേഷനറിയിൽ കല്ല് പറക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. എനിക്ക് ടെൻഷനാ സാറേ. ഡയറക്ടർ പറക്കി കളയൂ. സാറേ എനിക്ക് കണ്ണുകൊണ്ട് അഭിനയിക്കാമല്ലോ. കണ്ണ് മാത്രമേ അനങ്ങാവുള്ളൂ. അവിടെ സാധനം ചെയ്യട്ടെ. അപ്പം നായിക കല്ല് പറക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഓക്കെ സാറേ ഞാരങ്ങഞ്ഞക്കി ഒന്ന് മാറ്റാമോ? ഞാൻ അല്ലെങ്കിൽ മേളിക്കട ചാടി പോകും. അതാണോ മുറം? മുറം. ശരി. അപ്പൊ ഞാൻ പുറകിൽ ചെന്ന് കെട്ടിപ്പിടിക്കും. അതൊക്കെ പോയാൽ മതി. അതൊക്കെ ചെന്നാ മതിയോ? വികാരമാണോ അല്ലേ? എനിക്കിത് പറഞ്ഞപ്പോഴേ എനിക്ക് വികാരം വന്ന് ഞാൻ അങ്ങ് മുകളിലെത്തി. ഉള്ളത് പറയല്ലോ സാറേ, എന്റെ കയ്യിൽ ആകെപ്പാട് ഉള്ളത് ഈ വികാരത്തിന്റെ ഉന്നതിൻ ഭാവമാണ് എന്റെ വീട്ടിൽ. വേറെ ഒന്നും എനിക്കില്ല. ഓക്കെ ഞാൻ ഈ സമയം വില്ലൻ പുറകെ കൂടെ വന്ന് വേലക്കാരന്റെ തലക്കടിച്ച് നിലത്ത് വീഴ്ത്തും. സൂപ്പർ, അടിപൊളി. ഇപ്പഴെന്റെ എൻട്രി ഇല്ലേ? ഞാനിങ്ങനെ അടി, അതാ സൂപ്പർ. തലക്കടിച്ച് അങ്ങനെ അടിച്ചാ പോരെ സാറേ? എന്തിനാ സാറേ ഈ സമയത്തും? സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാധനം ഞാൻ ഒരു കഥയിൽ നല്ലൊരു ടിഷ് പറഞ്ഞുതരാം. ഈ വെബ് സീരീസ് നല്ല വിജയകരമായിട്ടൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഈ നായികനെ വേലക്കാരനെ കടന്നു പിടിച്ച് ആനന്ദ പുളകുന്നതിനകത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോ വില്ലൻ വരുന്നത് കാണുന്നു. ഇടാ എന്ന് പറഞ്ഞ് അടിക്കുമ്പോഴല്ല സാറേ അതിന്റെ ഒരു സാധനം. സ്ക്രിപ്റ്റ് കൂടെ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുതരാം. എന്റെ സംഭവം സി ഞാൻ ഈ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കണല്ലോ സാർ. വേണ്ട ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സാർ എന്റെ വേണ്ട. അല്ലാതെ സാറ് പറയുന്നത് കേട്ടാ മതി. വേലക്കാരനെ തലക്കടിച്ച് നിലത്ത് വീഴ്ത്തുന്നു, വില്ലൻ നായികയെ റേപ്പ് ചെയ്യുന്നു. അതാണ് സംഭവം. ഉഗ്രൻ. ഇത് പതുക്കെ മതി, പതുക്കെ ചെയ്താൽ മതി. നാഷണൽ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നന്നായിട്ട് ചെയ്താ അളിയാ. ഞാനിത് നോക്കിക്കോട്ടെ. ഞാൻ വേറെ സാധനം ഇപ്പഴാ ഓർത്തത്. വേറെ സാധനം നീ പിന്നെ ഓർത്താ മതി. പറയണ കേക്ക്. എന്തോ ഇപ്പൊ പറ. നിനക്ക് പൈസ വേണോ വില്ലനാണോ? നിനക്കൊരു കാര്യമാണ്, സത്യമായ അവസ്ഥ എന്താണെന്നറിയാമോ? ഇവിടെ വില്ലന്മാർക്ക് യൂട്യൂബിലൊക്കെ എപ്പോഴും തെറി കമന്റുകളായിരിക്കും. പിന്നെ നിനക്ക് കിട്ടുന്നതൊക്കെ വില്ലന്മാരുടെ വേഷമായിരിക്കും. അങ്ങനെ ഉണ്ടോ? പിന്നല്ലേ നീയാണോ ഇതിനകത്ത് പൈസ മുടക്കണേ? അപ്പൊ നിന്നെ ഞാൻ പിടിച്ച് വില്ലനാക്കണത് മോശപ്പെട്ട ഒരു കാര്യമല്ലേ? നീ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാണ് അവനെ ഇന്ന് കാശ് മേടിച്ചിട്ട് നീ വില്ലനാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കേളന്ന് പേര് കേട്ടാ സൂപ്പർ വേലക്കാരൻ. ഞാൻ വേലക്കാരനെ നോക്കിയാന്ന് ഞാൻ. എടാ നീ വേലക്കാരനായി കഴിഞ്ഞാൽ ഗുണം എന്നാണെന്നറിയാം? ഈ വേലക്കാരന്മാർക്കാണ് സിമ്പതി കിട്ടുന്നത്. നായകൻ കഴിഞ്ഞ തൊട്ട് നമ്മുടെ അടിയുള്ളവനോട്
അടികളുള്ളവർക്ക് ഭയങ്കര ഒരു അപ്പൊ simple. ഇത് ഞാൻ അത് ഇത് അളിയൻ ഇതാ നല്ലത്. എനിക്ക് നിന്നെ വിശ്വാസമല്ല. എന്റെ പൈസ എനിക്ക് നീ ചതിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സെനിക്കറിയാം. അതുകൊണ്ട് ആരെയും പറഞ്ഞ് എന്ത് വേണേലും ഞാൻ ചെയ്തോളാം. അപ്പൊ സാറേ വില്ലൻ റെഡി, ബലാത്സംഗം റെഡി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ യുവാക്കാരൻ വേലക്കാരൻ നായകന്റെ സൈഡിൽ പോയി കിടന്നോ, തലക്കടിയിട്ട് താഴെ വീണതല്ലേ. വേലക്കാരൻ തലയല്ല, വേലക്കാരൻ തലക്കിട്ട് അടി കിട്ടി അവിടെ പോയി കിടക്കാണ്. നിങ്ങൾ അവിടെ കിടക്ക്. അപ്പൊ അളിയ പൊളിക്കണേ. നിങ്ങൾ ലൈഫിന് വേണ്ടിട്ട് പോയി കിടക്കുക അവിടെ. സൂപ്പർ കറക്റ്റാണ്. കിടക്കാം, ഞാൻ പോയി കിടക്കാം. അളിയ അഭിനയിക്കളി, ഞാൻ പറയാം. ഈ പുള്ളിക്ക് കൂടെ ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം. പുള്ളിക്ക് വേറെ ബെഡ് കൊടുക്കുക. അപ്പൊ റെഡി, റോളിംഗ്. പറഞ്ഞ മനസ്സിലായല്ലോ, ഇല്ലനാണ് അടിപൊളിയായിട്ട് ചെയ്യണം. അടുത്തത് റോളിംഗ് ആക്ഷൻ. ഇവിടെ എന്തിനാ നിൽ? വികാരപരവശനായി വാ, റേപ്പ് ചെയ്യാൻ പോവല്ലേ. റേപ്പ് ചെയ്യാൻ പറ്റുമോ? ഈ സമയത്ത് എന്താണ് കാലാ നിൽ? ഈ സമയത്താണ് നായിക ആ സത്യം മനസ്സിലാക്കുന്നത്. ഏത് സത്യം? വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ സ്വന്തം ആങ്ങളെയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. നീയൊക്കെ അടി കൊണ്ട് തല പിളർന്ന് ഐശ്വര്യത്തിൽ പോലും എടുക്കാൻ വളർത്ത രീതിയിൽ കിടക്കുക. അയ്യോ അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നായികയായിട്ട് മിങ്കിളാവാനപ്പോ ഒരു രക്ഷയില്ലേ? ഒരു രക്ഷയില്ല. മിംഗ്ലിംഗ് ഉണ്ട്, വേറെ മിംഗ്ലിംഗ് ഉണ്ട്. മിങ്കിളിംഗ് ഉണ്ടോ? ഈ സമയത്ത് സഹോദരനെ തിരിച്ചറിഞ്ഞ നായിക വില്ലന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കും. ആണോ? ഞാനൊരു കാര്യം ചോദിച്ചാ, വേറൊരു ടെസ്റ്റ് പറഞ്ഞിട്ട് സാറേ, വർഷങ്ങൾക്ക് ശേഷമാണല്ലോ പിരിഞ്ഞുപോയ പെങ്ങളെ കാണുന്നത്. ആ ഒരു സ്നേഹത്തോടെ എന്റെ പെങ്ങളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചൊന്നും വരിഞ്ഞു മുറുകി ഒരു കരച്ചിലം പെങ്ങളെയാണ് കാണുന്നത്. വർഷങ്ങൾ പൈസ ഞങ്ങൾ മുടക്കിയതാണോ? നീ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല, എല്ലാം മാറ്റി 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 എടുത്ത് നീ പറഞ്ഞ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തോട്ടെ, കെട്ടിപ്പിടുത്താൻ പറ്റില്ല. അപ്പൊ ആങ്ങളുടെ വാത്സല്യം വേണ്ട. എന്താ ചെയ്യാൻ? അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ കൊച്ചന്റെ കാലിൽ തൊടുമ്പോൾ ഞാൻ എന്റെ ഈ ചെരുപ്പ് രണ്ടും ഇങ്ങനെ ഊരി ഇട്ടേച്ച് മിച്ചും ഇങ്ങനെ നിന്നോട്ടെ. അതെന്തിന്? അങ്ങനെയെങ്കിൽ ഈ കൊച്ചിന്റെ സ്പർശന സുഖം എനിക്കൊന്ന് കിട്ടിക്കോട്ടടാ കാലാ.